പാലാ നഗരസഭയിലെ UDF ഭരണമുന്നണിയിൽ വീണ്ടും കടുത്ത ഭിന്നത. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിന് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ വേദി അനുവദിക്കുന്നത് സംബന്ധിച്ചാണ് പുതിയ തർക്കം. സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് നൽകിയ പിന്തുണ പിൻവലിക്കുമെന്നാണ് കോൺഗ്രസ് കൗൺസിലർമാരുടെ നിലപാട്. UDFന് ഭരണം നഷ്ടമാകുന്നതിന് ഇത് കാരണമാകും. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് വിട്ടു നൽകാനുള്ള നഗരസഭാ തീരുമാനമാണ് ഭരണസമിതിയിലെ ഭിന്നതയുടെ പുതിയ കാരണം. സ്വതന്ത്ര അംഗങ്ങളായ ബിനു പുള്ളിക്കക്കണ്ടവും ബിജു പുള്ളിക്കക്കണ്ടവും ഒരു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഒരു കോൺഗ്രസ് അംഗവും ഇന്നലെ നടന്ന കൗൺസിൽ യോഗത്തിൽ എത്തിയില്ല. UDFന് ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും ബസ് സ്റ്റാൻഡ് വിട്ടുകൊടുക്കുന്ന വിഷയം വോട്ടിനിട്ട് LDF പിന്തുണയിൽ പാസായി. ഇതാണ് കോൺഗ്രസ് കൗൺസിലർമാരെ ചൊടിപ്പിച്ചത്. എന്നാൽ സംഭവത്തിനു പിന്നിൽ മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നാണ് ചെയർപേഴ്സന്റെ നിലപാട്. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുന്നത്, കോൺഗ്രസ്സുകാർ ഇപ്പോൾ വരാതിരുന്നവർ അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സുകാർ വരാതിരുന്നവരോ അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരാൾക്ക് പല സാഹചര്യത്താൽ അവർ വരാൻ പറ്റിയില്ല. അതും ഹോസ്പിറ്റൽ കേസസ് ഉൾപ്പെടെയുള്ള കാരണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും പോകുന്നില്ല. ഇവിടെ ജനനന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞത്, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷേ അവിടെ മെജോറിറ്റി ഉള്ളതുകൊണ്ടാണ് കൗൺസിൽ അജണ്ട അവിടെ പാസ്സായത്. അജണ്ട മാറ്റിവെക്കാനുള്ള അധികാരം നഗരസഭാധ്യക്ഷ ദിയ ബിനു പുള്ളിക്കക്കണ്ടം ഉപയോഗിച്ചില്ലെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ ആരോപിക്കുന്നു. സ്വതന്ത്ര മുന്നണിയെ ഇനിയും പിന്തുണയ്ക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് കൗൺസിലർമാരുടെ തീരുമാനം. ഇന്ന് ചേരുന്ന മണ്ഡലം കമ്മിറ്റിയിൽ പിന്തുണ പിൻവലിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പ്രമേയം പാസാക്കുമെന്നും സൂചനയുണ്ട്. അങ്ങനെ വന്നാൽ നഗരസഭയിൽ UDFന് ഭരണം നഷ്ടമാകുവാനാണ് സാധ്യത. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.